തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പുതിയ വിവാദം. തോൽവി മുന്നിൽ കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഇടതു സ്ഥാനാർത്ഥിച്ച് മറിച്ചു നൽകുന്നു എന്നതാണ് BJP ഉന്നയിക്കുന്ന ആക്ഷേപം. തീരദേശത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ ഈ പുതിയ വിവാദം വലിയ ചർച്ചകൾക്ക് ഇടവച്ചിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ ഒരു വിഭാഗം രംഗത്തുവന്നെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും വലിയ വീഴ്ചയുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പുതിയ ആരോപണം ഉയരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ പ്രചരണത്തിനെത്തിയ ശശി തരൂരിനെതിരെ കൂകി വിളിച്ചുകൊണ്ട് ഒരു വിഭാഗം നാട്ടുകാരും പ്രവർത്തകരും പ്രതിഷേധിച്ചു എന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്ഷേപം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പുതിയ ചർച്ചകൾക്ക് ഇടവെക്കുന്നത്. ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ BJPയുടെ ജില്ലാ നേതൃത്വമാണ്. ആരോപണം ഈ പിന്തുണയിലും ഈ മുന്നോട്ടുള്ള പ്രയാണത്തിലുമൊക്കെ തന്നെ ആശങ്കാകുലരായിട്ടുള്ള UDF, പ്രത്യേകിച്ചും UDF സ്ഥാനാർത്ഥി സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ സാമുദായിക സംഘടനകൾക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ മന്ത്രി ഇവിടെ ഒന്ന് മത്സരിച്ചപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് ഇനിയും 20 ദിവസം അവശേഷിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. അതിന്റെ തെളിവുകൾ സമൂഹത്തിൽ അദ്ദേഹം കാട്ടണം. അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി UDF സ്ഥാനാർത്ഥി നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ നൽകിയിരുന്നു. സംഭവ സഭയിലെ പ്രഗത്ഭന്മാർ ഇവരൊക്കെ തന്നെ, വിവിധ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ഇവരൊക്കെ തന്നെ രൂപം കൊടുത്തതും ഇവരൊക്കെ തന്നെ മുന്നോട്ട് നയിക്കുന്നതുമായിട്ടുള്ള സാമുദായിക സംഘടനകളാണ് ഉള്ളത്. ആ സംഘടനകളെയൊക്കെ തന്നെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ഒരു സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. UDF സ്ഥാനാർത്ഥി ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. മാത്രവുമല്ല, ആ സംഘടനകളെ തന്നെ അധിക്ഷേപിക്കലാണ്, അപമാനിക്കലാണ്. ഇത് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി, അദ്ദേഹം പറഞ്ഞ വ്യക്തി ഈ നേതാക്കന്മാരെല്ലാം കാണാൻ പോകുന്നുണ്ടല്ലോ. UDFിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ LDFിൽ എത്തിക്കുവാനുള്ള ഒരു ആലോചന UDFിനുള്ളിൽ നടക്കുന്നതായിട്ട് UDF പ്രവർത്തകർ തന്നെ വിവരം തരുന്നുണ്ട്. ഇതാണ് ആക്ഷേപം. BJP ഉന്നയിക്കുന്ന ആക്ഷേപം ഇതാണ്. കോൺഗ്രസിന് വർഷങ്ങളായി കാലാകാലങ്ങളിലായി ലഭിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ തീരദേശ മേഖലകളിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതു സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകാൻ നീക്കം നടക്കുന്നു എന്നതാണ് BJP ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് ഈ വിവാദം? BJP ഉന്നയിക്കുന്ന ഈ ആരോപണത്തിന് അതിന്റെ പശ്ചാത്തലം എന്താണ്? ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ? സൈത്ത് തലസ്ഥാനത്ത് അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ശശി തരൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചതിനാൽ ഇവിടെ തരൂറിന് ആദ്യകാലത്ത് വലിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. പിന്നീട് അതിനു മുമ്പ് തന്നെ ഇടതുമുന്നണി അവതരിപ്പിച്ചത് അവരുടെ ഒരുപക്ഷെ CPIക്ക് തലസ്ഥാനത്ത് എത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുഖമായ പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. അതോടുകൂടി ഇത്തവണ നേരത്തെ ഉണ്ടായ നാണക്കേട്, 3ാം സ്ഥാനമെന്ന നാണക്കേടിൽ നിന്ന് എങ്ങനെയും കരകയറണമെന്നൊരു വാശി ഇടതു നേതൃത്വത്തിനുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ കൂടി വന്നതോടുകൂടി പോരാട്ടം കൂടുതൽ ശക്തമായി. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആധിപത്യം പിന്നീട് ഓരോ ദിവസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പൊതുവിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇടതു സ്ഥാനാർത്ഥി വലിയ രീതിയിൽ മുന്നേറുന്നുവെന്ന ആത്മവിശ്വാസം അവരുടെ കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നു. BJPയും തങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അവിടെയാണ് നിരവധി വിവാദങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് സംബന്ധിച്ച് ഇടതുമുന്നണിയും വലതുമുന്നണിയും UDFും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ശശി തരൂരിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതുപോലെ വക്കീൽ നോട്ടീസൊക്കെ അയച്ചുകൊണ്ട് അദ്ദേഹം തരൂർ സാമുദായിക സംഘടനകളെ രാജീവ് ചന്ദ്രശേഖർ സ്വാധീനിക്കാൻ ശ്രമിച്ചു, പണം കൊണ്ട് സ്വാധീനിക്കുന്ന ആരോപണം ഉന്നയിച്ചു, അതിൽ പരാതി പറയുന്നു. അതിനൊടുവിലാണ് ഒരു പുതിയ വിവാദം കൂടി വരുന്നത്. അത് ഇന്നലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷാണ് ആ ഒരു വിവാദത്തിന് തിരികൊടുത്തത്. അദ്ദേഹം പറഞ്ഞത്, തലസ്ഥാനത്ത് തരൂറിന്റെ പരാജയം ഉറപ്പായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ കൂകി വിളിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അതോടുകൂടി തരൂർ തോൽക്കുമെന്ന് ഉറപ്പായതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി തോൽക്കാൻ വേണ്ടി, അദ്ദേഹം തോൽപ്പിക്കാൻ, ജയിക്കാതിരിക്കാൻ വേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾ UDF നേതൃത്വം ഇടപെട്ട് ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് മറിച്ചു നൽകാനുള്ള ധാരണയുണ്ടാക്കുന്നു, അതിനുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന ഒരു ആരോപണമാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഉന്നയിച്ചത്. ഏതായാലും അത് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ നമ്മോടൊപ്പം LDFിന്റെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ M വിജയകുമാർ ചേരുന്നു. ഇന്നലെ അങ്ങ് ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു VV രാജിന്റെ ആരോപണം ഇടതുമുന്നണിക്ക് വേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾ UDF മറിച്ചു നൽകാൻ
ധാരണയായിരിക്കുന്നു, ചർച്ചകൾ തുടങ്ങിയതാണ്. അങ്ങനെ എന്തെങ്കിലും ചർച്ച, എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ? ശ്രീ VV രാജേഷിൻ്റെ ആരോപണത്തോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് മുമ്പിലുള്ളത് വസ്തുതകളാണ്. വസ്തുതകൾ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് പന്ന്യൻ രവീന്ദ്രൻ വളരെ മുന്നിലാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിലും ഏറ്റവും ജനകീയനായി സ്വീകാര്യത നേടി ഒരു ജനങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പന്ന്യൻ ഉയർന്നു വന്നു എന്ന് മാത്രമല്ല, പന്ന്യന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉയർന്നു വരുന്നുണ്ട്. അതാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിന് മറ്റു രൂപത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ ഏറ്റവും മുൻപന്തിയിൽ വന്നു. 2005 പന്ന്യൻ ആദ്യമായിട്ട് ഇവിടെ ബൈ ഇലക്ഷൻ മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ചെയർമാനായിരുന്നു ഞാൻ. അന്ന് എനിക്ക് അനുഭവപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ അന്നത്തതിനേക്കാളും വ്യത്യസ്തമാണെന്ന്. രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ 2019 റിസൾട്ടിന്റെ കണക്കുകളാണല്ലോ ചില ആളുകളുടെ മനസ്സിലിരിക്കുന്നത്. 14-19 ഒക്കെയാണ്. അതിനൊന്നും അത് ഒരു വെറും പഴങ്കഥയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 19 ശേഷം, അതാണ് ഒടുവിൽ 19 ശേഷം 20 ലോക്കൽ ബോഡി ഇലക്ഷൻ മാത്രം എടുക്കുക. 1,65,000 ലീഡ് LDF ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ലോക്കൽ ബോഡിയിൽ 2020 2021 അസംബ്ലിയാണ് കുറെ കൂടെ പൊളിറ്റിക്കൽ, ലോക്കൽ ബോഡിയല്ല. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1,11,000 വോട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ LDF ലീഡ് ചെയ്തു എന്ന് മാത്രമല്ല 7 അസംബ്ലി സെഗ്മെന്റിൽ 6ലും LDF ആണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇലക്ഷനായി. ആ സമയത്താണ് ഇവിടെ ബൈ ഇലക്ഷൻസ് നടന്നത്. കോർപ്പറേഷന്റെ ഒരു വാർഡ്, അതുപോലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിന്റെ ഒരു വാർഡ്, 2 വാർഡും 15-20 വർഷമായിട്ട് തുടർച്ചയായി BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. BJP ഒരു സ്ഥലത്ത് ജയിച്ചാൽ അറിയാമല്ലോ, അത് പിന്നോട്ട് പോകില്ലല്ലോ. അതാണ് അവരുടെ ഒരു രീതി, സംഘടനാ രീതി. പക്ഷേ ഈ 2 വാർഡിലും ദയനീയമായി BJPയെ പരാജയപ്പെടുത്തി LDF ജയിച്ചു. ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായ മാറ്റമാണ്. ശശി തരൂർ പറഞ്ഞത് ഇവിടെ മത്സരം UDFും BJPയും തമ്മിലെന്നാണ്. പിന്നെ എന്തുകൊണ്ടാകും VV രാജേഷ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ? ശശി തരൂർ പറഞ്ഞത് ഒരു ദുഷ്ടലാക്കോട് കൂടിയാണ്. ശശി തരൂരിന് പഴയതുപോലുള്ള സ്വീകാര്യത ഇല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ വേണ്ടത്ര പിന്തുണ ഇല്ലെന്ന് എന്നാണ് പരസ്യമായി കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം മറ്റു മാർഗങ്ങൾ നോക്കണം. മറ്റു മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, ന്യൂനപക്ഷങ്ങളും പഴയ രൂപത്തിലല്ല, വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വസ്തുത. അതുകൊണ്ടാണ് ശശി തരൂർ അങ്ങനെ ഒരു ഗൂഢതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ BJP ഞാനും തമ്മിലാണെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ, അതൊക്കെ ജയിക്കാൻ പോകുന്നു എന്നൊരു ധാരണ ഒരിക്കലുമില്ല. പന്ന്യൻ രവീന്ദ്രൻ 1ാം സ്ഥാനത്ത്. അതിന്റെ ആ രൂപത്തിലല്ലെങ്കിലും ഇന്നലെയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഇതുണ്ടല്ലോ, ബാലറ്റ് ക്രമീകരിച്ചത് ഇന്നലെയാണ്. ഇന്ന് പുറത്തു വന്നേ ഉള്ളൂ. ആ ബാലറ്റിൽ 1ാം സ്ഥാനത്ത് പന്ന്യൻ രവീന്ദ്രനാണ്, 2ാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹം 4ാം സ്ഥാനത്തേക്ക് അങ്ങനെയാവോ ഇദ്ദേഹം? അത് പറയാൻ കഴിയില്ല. ഏതായാലും 3ാം സ്ഥാനത്ത് എന്തായാലും അദ്ദേഹം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആരാണ്? തരൂരാണോ? തരൂര് 3ാം സ്ഥാനത്ത് എന്തായാലും കാണും എന്ന കാര്യത്തിലാണ്. മത്സരം LDFും BJPയും തമ്മിലാവും. പന്ന്യൻ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനും പിന്നെ ശശി തരൂരും തമ്മിൽ മത്സരിക്കുന്നത്. 1ാം സ്ഥാനത്തിന് വേണ്ടിയല്ല, 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ്. ഇതാണ് വസ്തുത. എന്തുകൊണ്ട് രാജേഷ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം എന്തായിരിക്കും? രാജേഷിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അയാൾ ആരോപണമാണെങ്കിലും മാറ്റങ്ങൾ അയാൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാറ്റങ്ങളെ എങ്ങനെ ഇല്ലാതെയാക്കാം, വക്രീകരിക്കാം എന്നൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും. അവിടെയും ഈ ഉദ്ദേശമുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തെ പിടിക്കാം. ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ഭൂരിപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശ്രമം, ഒരു പാഴ്വേലയായിട്ടാണ് രാജേഷിന്റെ പ്രസ്താവനയെ ഞാൻ കാണുന്നത്. അല്ലാതെ യാതൊന്നും ഇല്ല. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് യഥാർത്ഥ മൂല്യം വെളിപ്പെടുത്തിയ പരാതിയും LDF കൊടുത്തിരുന്നു. ഞങ്ങളാണ് ആദ്യം കൊടുത്തു. അത് ഒരു ദിവസം കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. ആദ്യം കൊടുത്തു. ആ നോമിനേഷൻ ഡേയിൽ തന്നെ നോക്കിയപ്പോൾ പ്രകടമായിട്ട് അദ്ദേഹം മറച്ചുവെച്ച കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ നോമിനേഷൻ സ്വീകരിക്കുന്നതിന് ഇതൊന്നും അപ്പോൾ നോക്കൂലല്ലോ.
നോക്കാനും പറ്റില്ല. ആ നോമിനേഷനിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ നോക്കുള്ളൂ. മറച്ചു വെച്ച കാര്യങ്ങളൊന്നും അവർക്ക് നോക്കാൻ ഒക്കുള്ളൂ. പിന്നീട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലാണ് ഇപ്പോൾ വീണ്ടും പരാതി കൊടുക്കാൻ പോവാണ്. ഏത് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിന് പാർലമെന്റിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അഫിഡവിറ്റ് ഉണ്ട്, MP ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, IT ഇൻകം ടാക്സിന് കൊടുത്തതുകൊണ്ടൊക്കെ ഞങ്ങൾ എടുത്തിരിക്കുക. അതിലൊക്കെ പ്രകടമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ മാത്രമല്ല, ഒരു ഇലക്ഷൻ കേസാണ്. അദ്ദേഹം അതിൽ ദയനീയമായി പരാജയപ്പെടും. സഹിത്ത് ഇതാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. മാത്രമല്ല എത്രത്തോളം തീവ്രമാണ് തലസ്ഥാനത്തെ പോരാട്ടം എന്ന് വ്യക്തമാക്കുന്നതാണ്. നിരവധി പരാതികൾ, നിരവധി കേസുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ വരുന്നു. ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പ് കേസായി മാറി കോടതി കയറാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഒന്നാം സ്ഥാനം പന്നിന്റെ വിന്ന് ഉറപ്പിച്ചിരിക്കുന്നു. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് UDFും BJPയും തമ്മിലുള്ള പോരാട്ടം. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനായിരുന്നു ശശി തരൂരിന്റെ അന്നത്തെ പ്രസ്താവന. ഇപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇന്നലെ VV രാജേഷ് ഇത്തരമൊരു ആരോപണം, ഇടതുമുന്നണിക്ക് വേണ്ടി UDF ന്യൂനപക്ഷ വോട്ടുകൾ മറിച്ചു കൊടുക്കുന്ന ആരോപണം ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ലഭിക്കാനുള്ള ഒരു തന്ത്രമായാണ് ഇടതുമുന്നണിയും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് നേതൃത്വവും ഒക്കെ കാണുന്നത്. യെസ്, ഏതായാലും വലിയ തരത്തിലുള്ള ആക്ഷേപമായി ഇത് ഉണ്ടാവുകയാണ്. അരുണ, ഒരു കാര്യം കൂടി, ഈ തിരുവനന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നു, പന്നിൻ രവീന്ദ്രന് സാധ്യത കൂടുന്നു. ആ തോന്നലിൽ നിന്നാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് BJP എന്നതാണ് ഈ M. വിജയകുമാറിനെ പോലെയുള്ളവർ അവർക്ക് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. ആ തരത്തിൽ തന്നെയാണോ ഇടതുമുന്നണി ഇതിനെ കാണുന്നത്? അതിനപ്പുറം BJP ക്യാമ്പുകൾ ഈ ആക്ഷേപം ഉന്നയിച്ചതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അരുണ? സഹിത്ത് തിരുവനന്തപുരത്ത് നേരത്തെയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പോരാട്ടമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിന് കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. സ്ഥാനാർത്ഥികൾ മോശം തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ കാരണം 7 നിയമസഭാ സീറ്റുകളിൽ 6 ജയിച്ച മുന്നണിക്ക് ഇവിടെ ഒരു ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഇവിടെ ഇത്തരത്തിൽ 3ാം സ്ഥാനത്ത് പോകുന്നത് തീർത്തും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നില മെച്ചപ്പെടുത്തി മതിയാവുന്ന തരത്തിലാണ് പന്നിൻ രവീന്ദ്രൻ എന്ന പേരിലേക്ക് CPMന്റെ കൂടി താല്പര്യപ്രകാരമാണ് പന്നിൻ രവീന്ദ്രൻ CPI സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് വരുന്നത്. അദ്ദേഹം ഒരുപക്ഷെ സജീവ രാഷ്ട്രീയത്തിനൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിച്ച ആളാണ്. CPIയുടെ സംസ്ഥാന കൌൺസിൽ പോലും ഉൾപ്പെടുത്തിയ പിന്നീടാണ്. അത്തരമൊരാളെ ഇവിടെ നിർത്തി ഏത് വിധേനയും ഈ 3ാം സ്ഥാനം എന്ന നാണക്കേട് മറയ്ക്കാനായിരുന്നു ഇടതുമുന്നണിയുടെ ശ്രമം. പക്ഷേ തെരഞ്ഞെടുപ്പ് ആദ്യം തന്നെ അദ്ദേഹത്തിന് രംഗത്തിറങ്ങാൻ കഴിഞ്ഞു, വലിയ രീതിയിൽ പ്രചരണത്തിൽ മുന്നേറാൻ കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ കൂടി വന്നതോടുകൂടി പ്രചരണം ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പതിയെ മാറുന്നതാണ് കണ്ടത്. രാജീവ് ചന്ദ്രശേഖരനും ആദ്യം അത്ര സ്വീകാര്യത ലഭിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ അദ്ദേഹവും വളരെ ചിട്ടയായ ആസൂത്രിതമായ പ്രവർത്തനത്തിൽ അദ്ദേഹവും മുന്നേറുന്നു. അവിടെയാണ് സിറ്റിംഗ് MP ശശി തരൂർ പിന്നോട്ട് പോകുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. ചില സംഭവങ്ങൾ അതിനൊക്കെ ആക്കം കൂട്ടുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോവളം മണ്ഡലത്തിൽ ബാലരാമപുരത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കൂകിവിളിയും പ്രതിഷേധവും മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയരുന്നു. അത്തരത്തിൽ ശശി തരൂർ പിന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് മുതലെടുക്കുകയാണ് സ്വാഭാവികമായും ഇടത് വലത് മുന്നണികൾ. പക്ഷേ ശശി തരൂർ നമുക്കറിയാം, അദ്ദേഹം 3 തവണ ജയിച്ചയാളാണ്. ഏത് നിമിഷവും തിരിച്ചു വരാൻ കഴിവുള്ള ഒരു നേതാവാണ്, അത്രയധികം സ്വീകാര്യതയുള്ള നേതാവാണ്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് തലവേദന ഉണ്ടാക്കുന്നു. അതിനപ്പുറം ഒരു വിമത സ്ഥാനാർത്ഥി കൂടി അദ്ദേഹത്തിനുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ശശി തരൂറിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ എഴുത്തള്ളാൻ കഴിയില്ല. അവിടെയാണ് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ആര് ജയിക്കുമെന്നതിനുള്ള തർക്കങ്ങൾ, അവിടെ മത്സരങ്ങൾ. അതിനുവേണ്ടിയാണ് ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി കഴിഞ്ഞ തവണ ശശി തരൂരിനെ ജയിപ്പിച്ചത് ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളുമാണെന്നതിൽ തർക്കമില്ല. ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടം മുതൽ പന്നിൻ രവീന്ദ്രന്റെയും അതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെയും ഒക്കെ പ്രചരണം. ഇപ്പോഴും വളരെ കൃത്യമായി ഈ 3 മുന്നണികളും ആ മേഖലയിൽ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ജയിക്കും എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമായിരുന്നു. കഴിഞ്ഞ വോട്ടെടുപ്പിന്റെ അന്ന് ഉച്ചവരെ ഈ ന്യൂനപക്ഷ മേഖലകളിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലുമായിരുന്നു. അതോടുകൂടി ശശി തരൂർ പരാജയപ്പെടുമെന്ന വ്യാപകമായ ആശങ്ക ഉയർന്നു. അങ്ങനെ ആ മേഖല പ്രത്യേക തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുകയും അന്ന് രാത്രി 7 മണിക്ക് ശേഷം ഒരുപക്ഷെ 7:30 വരെയൊക്കെ ചില ബൂത്തുകൾ നിറഞ്ഞു കവിയും നമ്മൾ കണ്ടതാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ഇറങ്ങി വോട്ട് ചെയ്യുകയും അതാണ് പിന്നീട് കുമ്മനം രാജശേഖരന്റെ പരാജയത്തിന് വഴി തുറന്നതെന്നും വിലയിരുത്തപ്പെട്ടതാണ്. അവിടെ അത് മറികടക്കാനാണ്, ന്യൂനപക്ഷ പിന്തുണ തേടാനാണ് ഇപ്പോൾ BJPയുടെ ശ്രമം. ഇടതുമുന്നണിയും ആ ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ തരൂറും ആരംഭിച്ചു. അങ്ങനെ തികച്ചും ആവേശകരമായ, തികച്ചും അനിശ്ചിതത്വം നിറഞ്ഞ തെരഞ്ഞെടുപ്പായ തലസ്ഥാന തെരഞ്ഞെടുപ്പ് മാറുക. അതുകൊണ്ടാണ് ഇത്രയധികം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, തെരഞ്ഞെടുപ്പ് കേസുകളൊക്കെ ഈ സമയത്ത് തന്നെ ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി മൂർച്ഛിക്കാൻ തന്നെയാണ് സാധ്യത.
അരുണ്, ഈ തിരുവനന്തപുരത്തെ തീരദേശ വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടി മുൻപെങ്കുമില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ BJP നടത്തുന്നുണ്ടായിരുന്നു. ആ നീക്കങ്ങൾ ഫലം കാണുന്നില്ല എന്നൊരു തോന്നൽ കൂടി ഇത്തരമൊരു ചിന്തയിലേക്ക് BJP വരുന്നുണ്ടോ? ഒപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായി ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. അതിൽ നിന്ന് മാറി BJP കോൺഗ്രസ് പോരിനിടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ സാധ്യത അതിനിടയിലൂടെ വർദ്ധിച്ചു വരുന്നു. അങ്ങനെ ഒരു തോന്നൽ കൂടി ഈ ചർച്ചകൾക്കും ഈ വിവാദങ്ങൾക്കും കാരണമായി മാറുന്നുണ്ടോ? തീർച്ചയായും അത്തരമൊരു വിലയിരുത്തൽ സ്വാഭാവികമായും BJP അടക്കമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇന്നലെ ഒരു പരാമർശം, പ്രസ്താവന അദ്ദേഹം നടത്തിയത്, VV രാജ് നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ കൃത്യമായ അത്തരമൊരു നീക്കം പന്ന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലും മണ്ഡല സ്ഥാനാർത്ഥി പര്യടനത്തിനുമൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും CPM-ന്റെ ഇടതുമുന്നണി സംഘടനാശേഷി വെച്ചെന്നൊക്കെ പറയാമെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്നു. പ്രത്യേകിച്ചും താഴ്ന്ന ജനവിഭാഗങ്ങൾക്കിടെ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, താഴെത്തട്ടുള്ളവരൊക്കെ ആ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. അതൊരു പക്ഷേ ന്യൂനപക്ഷ സമുദായങ്ങളിൽ കൂടി അനുകൂലമായാൽ ശശി തരൂറിന് അവിടെ സ്വാധീനം കുറയുകയും പല വിഷയങ്ങളിലും പലസ്തീൻ വിഷയം അടക്കം നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. അത്തരം പരാമർശങ്ങളടക്കം തിരിച്ചടിയാവുകയും ചെയ്താൽ ആ വോട്ടുകൾ ഇടതുമുന്നിലേക്ക് പോകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശശി തരൂർ അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് സ്വാഭാവികമായും BJP എന്ന തരത്തിലായിരുന്നു അവരുടെ കണക്കുള്ളൂ. പക്ഷെ അത് മറികടന്നുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ എന്ന ഒരു ആശങ്ക BJP കേന്ദ്രങ്ങളിലും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ തരൂർ പരാജയപ്പെടുമെന്ന് ഉറപ്പാവുകയും പന്ന്യൻ രവീന്ദ്രനാണ് സാധ്യതയെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാഭാവികമായും ഇടതുമുന്നിലേക്ക് വരും. അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തിക്കൊണ്ടാകാം ഒരുപക്ഷെ BJP നേതൃത്വം ഇത്തരമൊരു പരാമർശത്തിലേക്ക്, ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് പോയെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. അവിടെ അവർ ലക്ഷ്യമിടുക സ്വാഭാവികമായും ഒരു ന്യൂനപക്ഷ വോട്ടുകളല്ല, പകരം ഭൂരിപക്ഷ വോട്ടുകളിൽ ഒരു കൺസോളിഡേഷൻ, ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് ഇടതുമുന്നണി നേതൃത്വവും ഈ നീക്കങ്ങളെ, BJP ജില്ലാ അധ്യക്ഷന്റെ പ്രസ്താവനയെ ഈ ഘട്ടത്തിൽ കാണുന്നത്. അരുൺ ഉന്നയിക്കുന്ന പോലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉയരുന്ന പുതിയ വിവാദമായി ഇത് മാറുകയാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് മറിച്ചുകുത്തുന്നു, ഇടതുപക്ഷത്തേക്ക് മറിച്ചുകുത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് BJP ആണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളാണ് തീരദേശത്തെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ തുണച്ചിരുന്ന ഈ വോട്ടുകളിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് ആക്ഷേപം. കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഉയരുന്ന ആക്ഷേപം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന ആക്ഷേപം കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ നേരത്തെ അത് സോഷ്യൽ മീഡിയയിലും മറ്റും ഉന്നയിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്ന ആരോപണം തീരദേശത്തെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് മറിച്ചുകുത്താൻ കോൺഗ്രസിൽ നിന്ന് തന്നെ ശ്രമം ഉണ്ടാവുന്നു. അത് BJPയുടെ ജയസാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നീക്കം കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്, കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ഈ BJP നേതാക്കൾക്ക് തലയ്ക്ക് ഭ്രാന്താണ്. ഒറ്റ വാക്കിൽ അതാണ് അതിന് മറുപടി. കാരണം BJP ജയിക്കും എന്ന് വിചാരിക്കുക എന്ന് പറയാൻ ഭൂലോക മടയന്മാരും മണ്ടന്മാരുമാണ് തിരുവനന്തപുരം നിവാസികളെന്ന് ധരിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്ത് പോലും എത്താൻ അവിടെ BJP മുന്നണിക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി അറിയുന്ന വിദ്യാസമ്പന്ന സമൂഹമാണ് തലസ്ഥാനത്തുള്ളത്. അവർക്കറിയാം ആരെ ജയിപ്പിക്കണം, എങ്ങനെ ജയിപ്പിക്കണം എന്നൊക്കെ. BJP എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് ഏതൊരു സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. UDF-ന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന വോട്ട് LDF-ലേക്ക് പോകുന്നു എന്ന ആശയക്കുഴപ്പം സൃഷ്ടിച്ചാൽ ഉടനെ അതിന്റെ പുറകെ കുറെ ആളുകൾ പൊയ്ക്കൊള്ളും എന്ന് BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ധരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ജോലി വെറുതെ വ്യായാമമാണ്. ഒരു സംശയം വേണ്ട, അവിടെ 1.5 ലക്ഷം വോട്ടിന് മുകളിൽ വലിയ ഭൂരിപക്ഷം നേടി ഡോക്ടർ ശശി തരൂർ അവിടെ ജയിച്ചു വരും. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് BJPക്കാർക്ക് അറിയാവോ? അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അയാളും അയാളുടെ കുടുംബവും കറതീർന്ന കോൺഗ്രസ്സുകാരായിരുന്നു. മനസ്സിലായില്ലേ? അയാളുടെ കുടുംബത്തിലെ മുഴുവൻ വ്യാപാര ശൃംഖലയും സ്വന്തം കുടുംബത്തിൽപ്പെട്ട, അതായത് നമ്പ്യാരെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മായിയപ്പന്റെ BPL കമ്പനി ഉൾപ്പെടെ കവർന്നെടുത്ത് പോന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ കേസുകളുണ്ട്. ആ കേസുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് പല നേതാക്കളും ഇന്നിപ്പോ BJP പോകുന്ന പോലെ ആദ്യം പോയൊരുത്തനാ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി, അല്ലാതെ ജനനേതാവൊന്നുമല്ല. കൃത്രിമത്തിന്റെ പേരിൽ രാജ്യത്ത് അന്വേഷണം നേരിട്ടപ്പോ ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ BJPയിൽ അഭയം തേടിയ ആൾ മാത്രമാണ്. ഒരു കാര്യമില്ല, കള്ളക്കച്ചവടക്കാരൻ.
അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ വിമർശനങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അതൊക്കെ തിരുവനന്തപുരത്തെ അനുദിനമുള്ള വാർത്താ മാധ്യമങ്ങൾ കാണുന്ന, രാഷ്ട്രീയം വിലയിരുത്തുന്ന ഓരോരുത്തരുടെയും ബയോഗ്രാഫി അല്ലെ ബയോഡാറ്റ അത് ബോധ്യമുള്ള തിരുവനന്തപുരം നിവാസികൾക്കറിയാം ശശി തരൂർ എന്താണെന്ന്. അതുകൊണ്ട് ശശി തരൂർ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചോളും. അതിനെക്കുറിച്ച് ഓർത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല. അൻബോസ്, ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും തരൂരിന്റെ പ്രചരണ ബോർഡുകളോ പോസ്റ്ററുകളോ പോലും എത്തുന്ന, വീടുകളിൽ സ്ലിപ്പ് വിതരണം ചെയ്യുന്നില്ല, നോട്ടീസ് എത്തിക്കുന്നില്ല, ഇങ്ങനെ സംഘടനാ രംഗത്തെ പിഴവുകൾ കോൺഗ്രസിൽ നിരവധി സംഭവിക്കുന്നു ഈ തിരുവനന്തപുരം ലോക്സഭയിൽ. അങ്ങനെ ഒരു ആക്ഷേപം ശക്തമായി തന്നെ ഉണ്ട്. അല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ, കേരളത്തെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും എല്ലാ വീടും ഇപ്പോഴും UDF കയറാത്ത വീടുകളുണ്ടല്ലോ. അത് തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. കനത്ത ചൂട്, ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഇന്നത്തെ ചൂട്. അതുപോലെ ദിവസം 10-20 ബാക്കി കിടക്കുന്നു. മാത്രമല്ല സാമ്പത്തിക ചെലവ്, ഞങ്ങളുടെ അക്കൗണ്ട് ഉൾപ്പെടെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. അപ്പോ അതിന്റെയൊക്കെ ഭാഗമായി ചില മെറ്റീരിയൽസ് എത്തുന്നതിനൊക്കെ പോരായ്മകൾ ഉണ്ടാവും. അത് ശശി തരൂരിന്റെ മാത്രം പ്രത്യേകതയല്ല, കേരളത്തിലെ 20 സ്ഥാനാർത്ഥികൾക്കും അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശശി തരൂരിന് എന്തിനാ പോസ്റ്റർ? ശശി തരൂരിന് ഇനി പോസ്റ്റർ കൊടുത്ത് പരിചയപ്പെടുത്തണോ? 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്ന വിവാദങ്ങൾ സൃഷ്ടിച്ച കാലഘട്ടത്തിൽ പോലും വളരെ കൃത്യമായ വിജയം ബോധ്യപ്പെടുത്തിയ നേതാവാണ് ശശി തരൂര്. അദ്ദേഹം 3 തവണ പാർലമെന്റ് അംഗമായ മണ്ഡലത്തിൽ പടം വെച്ചാലേ അദ്ദേഹത്തെ അറിയുള്ളൂ എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. എന്തൊരു വിലയിരുത്തലാത്! ശശി തരൂർ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ടെന്ന് ഒരു പോസ്റ്ററിന്റെ ആവശ്യമില്ല. പിന്നെ ചെല്ലാത്ത ബൂത്തുകൾ ഉണ്ടാവും. ഞങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കറിയാലോ അത്. അപ്പൊ അതൊന്നും മനഃപൂർവ്വമായി ചെയ്യുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വളരെ കൃത്യമായ പോരായ്മകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് അതിശക്തമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ 20 മണ്ഡലത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകതയല്ല, എല്ലാ മണ്ഡലത്തിലുള്ള പോരായ്മകളെ അവിടെ ഉള്ളൂ. പക്ഷെ അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. വളരെ ഗൗരവമുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശശി തരൂരിനെ പോലെ ഒരു നേതാവിന് ഇനി ആരെങ്കിലും 2 പോസ്റ്റ് അടിച്ചു കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന വീട്ടിൽ എത്തിയില്ല എന്നിരിക്കട്ടെ, എത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ തീരദേശ വോട്ടുകൾക്ക് സുരക്ഷിതമായിരിക്കും അല്ലേ? തീരദേശ വോട്ടുകൾക്ക് നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കും. തീരദേശ വോട്ടുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. തീരദേശ വോട്ടുകളൊക്കെ വളരെ കൃത്യമായി വീഴേണ്ടത് കൃത്യമായി വീഴും. ഡോക്ടർ ശശി തരൂർ 1.5 ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കും. ജൂൺ 4-ാം തീയതി രാത്രി നിങ്ങൾ എന്നെ വിളിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. യെസ്, അതാണ് കോൺഗ്രസിന്റെ കോൺഫിഡൻസ്. എന്തായാലും തിരുവനന്തപുരം ലോക്സഭയിൽ ഉയരുന്ന വിവാദം, അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകുന്നതെന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന BJP ആണ്. തിരുവനന്തപുരത്തെ ഈ രാഷ്ട്രീയ പോരിൽ നിർണായകമാവുന്ന ചർച്ചകളാണ് ഉയരുന്നത്. കാരണം തീരദേശ വോട്ടുകൾ നിർണായകമാവുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ആ വോട്ട് ആര് നേടും, ആര് വോട്ട് ഉറപ്പിക്കും എന്നത് വലിയ തർക്കവും വലിയ പ്രചരണ സാധ്യതകളുമൊക്കെയായി ആ മേഖലകളിൽ മാറുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരം വിവാദങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തത്. ഒരു